പ്രസിദ്ധമായ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന പ്രധാന വേദിയായ ശ്രീ വിദ്യാധി പമ്പ മണപ്പുറത്തുള്ള ശ്രീ വിദ്യാധിരാജ നഗറിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ ഹിന്ദുമത പരിഷത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഫെബ്രുവരി 2-ന് ആരംഭിക്കുന്ന ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 9-നാണ് അവസാനിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഹൈന്ദവ മഹാസമ്മേളനമാണ് പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 113ാമത് വർഷത്തെ പരിഷത്ത് ഫെബ്രുവരി 2-ന് രാവിലെ തുടക്കമായി. രാവിലെ 11 മണിക്ക് പന്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതിപ്രയാണ ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്നുമുള്ള പദയാത്രയും സമന്വയിച്ച് ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ നിന്നും വിദ്യാധിരാജ നഗറിലേക്ക് സ്വീകരിച്ചാനയിച്ചതോടുകൂടി ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ചു. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനത്തിന് പതാക ഉയർത്തി. വൈകുന്നേരം 4 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 113ാമത് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. Today's relevance of this Matha Parishad, Hindu Matha Parishad, and again I tell you, Hindu is not related again to this particular religion. Hindu is a way of life. Many people have tried to define this. Nobody could do this. But Supreme Court in our country tried to say something over this. സാംസ്കാരിക മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഇത്തരത്തിലുള്ള പരിഷത്തുകൾ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പെരുങ്കുളം ചെങ്കോലാധീനം ശ്രീ ശിവപ്രകാശ ദേശിക സത്യജ്ഞാന പണ്ഡാര സന്നിധി സ്വാമികൾ ഉദ്ഘാടന സഭയിൽ ദീപപ്രോജ്വലനം നടത്തി ചടങ്ങിനെ മഹനീയമാക്കി. திருமந்திரத்திலே திருமூலர் கூறுகிறார், யாவர்க்குமாம் இறைவர்க்கு ஒரு பச்சிலை, யாவர்க்குமாம் பசிவிற்கு ஒரு வாயுரை, யாவர்க்குமாம் உண்ணும் போது ஒரு கைப்பிடி, யாவர்க்குமாம் பிறர்க்கு இன்னொரு தானே, எல்லோருக்கும் உதவ வேண்டும், இனிமையாக பேச வேண்டும் என்று கூறுகிறது. திருமந்திரம் கூறுகிறது என்றால் அதனை கடைப்பிடிக்க வேண்டும். இன்றைக்கு தமிழ்நாட்டிலிருந்து நம்மை இங்கே அழைத்திருக்கிறார்கள் என்றால் அதற்கு முக்கியமான காரணம் நம்முடைய செங்கோல் ஆதீனமானது பாண்டிய மன்னர்களுக்கு அவர்கள் முடிசூட்டிக் கொள்ளுகின்ற போது செங்கோலை எடுத்துக் கொடுக்கக்கூடிய ராஜகுருவாக இருந்திருக்கிறார்கள். அதனுடைய ஒரு தொடர்ச்சியாகத்தான் நம்முடைய ஜனநாயக கோயில் என்று சொல்லப்படக்கூடிய புதிய நாடாளுமன்றம் பார்லிமெண்ட் ஹவுஸ். വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സമ്പൂജ്യസ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ, സദാനന്ദപുരം അവധൂത ആശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാർ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, റാന്നി MLA പ്രമോദ് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിപുലമായ പ്രചാരണ പരിപാടികളാണ് 113ാമത് പരിഷത്തിന് മുന്നോടിയായി ഇത്തവണ നടന്നത്. ഫെബ്രുവരി 2 മുതൽ വഴിയായ വഴിയെല്ലാം ചെറുകോൽപ്പുഴയിലേക്കാണ്. മതപരിഷത്ത് വേദിയിലേക്കാണ്. സന്യാസി ശ്രേഷ്ഠന്മാർ, ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ, ജനപ്രതിനിധികൾ എന്നിവർ ഒരാഴ്ച നീളുന്ന വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ അവിസ്മരണീയമായ ഏടായി 113ാമത് മഹാസമ്മേളനം മാറും എന്നതിൽ സംശയമില്ല. അതിശക്തമായ സനാതന സംസ്കാരത്തെ അപജയപ്പെടുത്താനുള്ള ഗൂഢനീക്കങ്ങൾ ചെറുത്തുതോൽപ്പിച്ച് ശുഭകരമായ ഭാവിയിലേക്ക് മുന്നേറാൻ 113ാമത് പരിഷത്ത് കൊണ്ട് നമുക്ക് ആവേശം ഏകട്ടെ.